ചെറുപ്പക്കാരാ, പരിഗണിക്കേണ്ടത് അവള് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവളാണോ? അങ്ങനെയുള്ള പെൺകുട്ടിയെ വേണം തെരഞ്ഞെടുക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഞാൻ പറയുന്നത്, എടോ, പെണ്ണ് കെട്ടുമ്പോ സ്വാലിഹത്തായ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ദീനുള്ള ഒരു പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ എന്റെ മുഖത്ത് നോക്കുന്നുണ്ട്, എന്റെ പൊന്നു സിറാജ്, പെണ്ണും കെട്ടി മക്കളായടാ, ഇപ്പൊ വന്നിത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോന്ന്. നിങ്ങൾ അധികം പേര് എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനർത്ഥം എന്താ? എന്റെ പൊന്നാര ഉസ്താദെ, ഇപ്പോഴാണോ ഇത് പറയണ്ടേ? ഇതൊക്കെ നേരത്തെ പറഞ്ഞു തരേണ്ട കാര്യല്ലേ? എന്തായാലും നീ പെട്ടു വാപ്പ, നിന്റെ മക്കളെയെങ്കിലും നോക്കാലോ. എന്തായാലും നിന്റെ കാര്യത്തിൽ തീരുമാനമായി, നിന്റെ മക്കളെങ്കിലും രക്ഷപ്പെടട്ടെ. മക്കളുടെ കാര്യം വരുമ്പോഴെങ്കിലും നല്ലത് പരിഗണിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പേടിക്കണ്ട, നന്നാകാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നിന്റെ ആബിനെ നേരെയായാ പോരെ, നിന്റെ ഭാര്യ നേരെയായാ പോരെ. ആ സാധനത്തിന് നേരെയാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങടൊക്കെ നന്നാവണ്ടേ? അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ദുനിയാവിലെ ഭാര്യയെ അള്ളാഹു സ്വർഗത്തിലും ഭാര്യയാക്കി തരുമാറാകട്ടെ. കുട്ടികൾ ആവിയും പറയുന്നു, വാപ്പ പറയണില്ല. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എന്താ മക്കളെ തിരിഞ്ഞു നോക്കല്ലടാ, വാപ്പ പൊക്കണുണ്ടോ? ഓമര് തിരിഞ്ഞു വെക്ക. കല്യാണം കഴിച്ച വാപ്പ ഇങ്ങനെ ആലോചിക്കുക, നിങ്ങളാരും പൊക്കണില്ല. പെണ്ണുപിള്ളമാര് കണ്ടോണ്ടിരിക്കുക. അതെങ്ങനാ? ചില ആൾക്കാർ ചോദിക്കുന്നത്, ഉസ്താദേ ഇവള് സ്വർഗത്തിലുണ്ടോന്നാ. എന്നില്ലടോ, അള്ളാഹു എല്ലാത്തിനെയും നന്നാക്കി തരുമാറാകട്ടെ. ചില ആണുങ്ങളോട് ചോദിക്കും, ഭാര്യ എങ്ങനെയുണ്ട്? നല്ല നിസ്കരിക്കും, നോമ്പ് പിടിക്കും, സദക്ക കൊടുക്കും, ശരീരം മറയ്ക്കും, ഭക്ഷണം വെച്ച് തരും, മക്കളെ നോക്കും, എല്ലാം ചെയ്യും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. റാഹത്താ എൻ്റെ ഭാര്യ. പക്ഷെ നാക്കിനെത്തിരി. എനിക്കെന്തായാലും ഈ ലൈവ് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും പറയാൻ പേടിയാ. കേസ് എങ്ങനെയാ വരണേന്ന് അറിയില്ലടോ. എല്ലാം ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ലൈവ് എന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാ എനിക്ക്. ഞാൻ ഒരു 9 വർഷം മുമ്പ് ഒരിക്കൽ പ്രസംഗിക്കുമ്പോ പറഞ്ഞു, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് ഞാൻ പ്രസംഗിച്ചു. ഇപ്പൊ എനിക്ക് 29 കേസുണ്ട്. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. കേട്ടാ, വയത് പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടാ. എല്ലാം നിങ്ങൾക്ക് അനുകൂലമാ. അള്ളാഹു ആലം. നന്നാവാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഭാര്യയോട് ചോദിക്കുന്ന, താത്ത തിന്നാനും? ഉസ്താദേ എല്ലാം ഉണ്ട് ഉസ്താദേ, വീടുണ്ട്, കാറുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പുതിയാപ്പള മാത്രം, അത് മാത്രത്തിൽ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നന്നാകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. അൽഹംദുലില്ലാഹ്, അവസാനം ഞാൻ പറഞ്ഞു തന്നിട്ട് ഇത് പിരിയത്തുള്ളൂ ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിഗണിക്കേണ്ടത് ദീനിനെ പരിഗണിക്കണം. മഹാനായ സയ്യിദ് എന്തിനാ ദീൻ പരിഗണന? ചെറുപ്പക്കാരൻ പണവാ നോക്കണം. ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, പൈസ ഉണ്ടെങ്കിൽ ഞാൻ കെട്ടിക്കോളാം ഉസ്താദേ, അല്ലേ? ഇത്തിരി വയസ്സ് അതും കുഴപ്പമില്ല ഉസ്താദേ. ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, എന്റെ കുട്ടികളുടെ ഉമ്മയാണെങ്കിലും പൈസ ഉണ്ടെങ്കിൽ കെട്ടാ. എടാ, പൈസ ഉണ്ട്, എന്ത് കിട്ടാനാ? പൈസ അല്ലല്ലോ വേണ്ടത്, ദീനുണ്ടോ നോക്ക്. ചിലത് പിന്നെ ഗ്ലാമർ, സിനിമാ നടിയാണെങ്കിലും കുഴപ്പമില്ല, നല്ല ഗ്ലാമർ ഉണ്ടായിരിക്കണം. ഗ്ലാമർ ഉള്ളതിനെ കെട്ടാൻ നടക്കണ ഒരുപാട് ചങ്ങായിമാരുണ്ട്. ചിലര് പിന്നെ വലിയ വലിയ അറിയപ്പെടുന്നതൊന്നുമല്ല. ദീനിനെ പരിഗണിക്കണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രി നടക്കാം. ഖലീഫയായ ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കും. എന്തിനാ? തന്റെ ജനതയുടെ പ്രയാസം അറിയാൻ. അങ്ങനെ ഭരണാധികാരികൾ, നമ്മുടെ ഭരണാധികാരികൾക്കൊന്നുമില്ല, അവർക്കൊന്നും അറിയില്ല. യഥാർത്ഥ ഭരണാധികാരിയായ ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുക, തന്റെ ജനതയുടെ പ്രയാസം അറിയാൻ. അങ്ങനെ ഒരു ദിവസം ഒരു വീടിന്റെ പരിസരത്തൂടെ നടന്നു പോകുമ്പോ വീടിനകത്ത് വഴക്ക് നടക്കുന്നു. പാതിരാത്രി, വെളുപ്പാങ്കാല സമയം അടുത്തു വരുന്നു. വീടിനകത്ത് വല്ലാത്ത വഴക്ക്. അപ്പൊ ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിലൊന്ന് ശ്രദ്ധിച്ചു. എന്താ അല്ലാ വീടിനകത്ത് വഴക്ക്? ആരാ? ഉമ്മായും മകളും കൂടെ. ഉമ്മായും മകളും കൂടെ. ഇന്ന് ഉമ്മായും മകളും വഴക്കൂടുന്നത് വേറെ കാര്യത്തിനാ. എന്താ സ്നേഹം എന്നറിയും? ഉമ്മായും മകളും വല്ലാത്ത സ്നേഹവും ഉമ്മയും മകളും. കാരണം ഉമ്മ മകളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് പറയും, എന്റെ റീലെടുക്കാൻ. മകള് റീലെടുക്കും ഉമ്മാടെ.
അത് കഴിഞ്ഞപ്പം മകള് ഉമ്മാനോട് പറയും, ഇനി എൻ്റെ നീ എടുക്കാൻ. ഇതാ സ്നേഹബന്ധം. ഉമർ തങ്ങൾ നോക്കുമ്പോ ഒരു ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുന്നു. എന്താ പ്രശ്നം? എന്താ? ഉമ്മ മകളോട് പറഞ്ഞു പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ. അപ്പൊ മകള് പറയുന്നുണ്ട്, ഇത് ചതിയല്ലേ ഉമ്മ, ഇത് തെറ്റല്ലേ, ചതിയല്ലേ, വഞ്ചനയല്ലേ, പാലിനകത്ത് വെള്ളം കലർത്തിയിട്ട് കൊടുക്കണത് പാവമല്ലേ, ഞാൻ ചെയ്യൂല. അപ്പൊ ഉമ്മ പറയണ്, നീ വലിയ മഹതി ഒന്നാവണ്ട, മര്യാദക്ക് ഞാൻ പറയണേ കേക്ക്, വെള്ളം ഒഴിക്കടി. ഉമ്മ പിന്നെ നിർബന്ധിക്ക. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, ഉമ്മാ, ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ഖലീഫ ഉമറാ രാജ്യം ഭരിക്കുന്നേ, അറിഞ്ഞാൽ നമ്മള് രണ്ടെണ്ണത്തിനെയും വെറുതെ വിടൂല, നമ്മളെ രണ്ടുപേരെയും വെറുതെ വിടൂല. അപ്പൊ ഉമ്മ മകളോട് പറയാ, ഉമർ എങ്ങനെ അറിയണം? ഓം വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ, നീ പാലിന്റെ അകത്ത് വെള്ളം കുടിക്കുന്നത് കാണാനാ ഉമർ അടക്കണം, ഉമർ കിടന്ന് ഉറങ്ങ, നീ മര്യാദയ്ക്ക് വെള്ളം ഒഴിക്ക്. മൂന്നാമതും തന്റെ പൊന്നാര മകളോട് നിർബന്ധിക്കുമ്പോ ആ പൊന്നു മകള് പറഞ്ഞു, ഉമ്മ, ഉമർ കാണുന്നില്ലായിരിക്കും, ഉമർ ഉറങ്ങുമായിരിക്കും, അല്ല ഉറങ്ങുന്നില്ല ഉമ്മ, അല്ല കണ്ടുകൊണ്ടിരിക്കുക ഉമ്മ, അല്ല ഉറങ്ങണില്ല. മൃതങ്ങൾ തങ്ങളുടെ കേട്ടപ്പോ വല്ലാത്ത അത്ഭുതം തോന്നി. മൃതങ്ങൾ ആ വീട് നോക്കി വെച്ചു. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ ഒരാളെ പറഞ്ഞു വിട്ടു, ആ വീട്ടിൽ പോയിട്ട് ആ പെണ്ണാരാണെന്ന് അന്വേഷിക്കാൻ. ആ പെണ്ണാരാണെന്ന് അന്വേഷിക്കാൻ ഒരാൾ പോയി അന്വേഷിച്ചു. ആ പെൺകുട്ടി ഒരു യതീമായിരുന്നു. ഒരു യതീമായ പെൺകുട്ടിയാ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെൺകുട്ടിയാ. ഉമ്മയാണെങ്കിൽ അവരും നല്ലവരാ, പാലിൽ വെള്ളം കലർത്തുന്നവരൊന്നുമല്ല. പിന്നെ ചെയ്യാനുള്ള കാരണം എന്താ? ഒരൊട്ടകമുണ്ട് അവരുടെ വീട്ടിൽ. ആ ഒട്ടകത്തിന്റെ പാല് കൊണ്ട് അവര് ജീവിക്കുന്നേ. ഒരാഴ്ചയായിട്ട് പാലില്ലാത്തത് കാരണം അവരുടെ വീട് പട്ടിണിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരു ദിവസം ഒരു ഇത്തിരി പാല് കിട്ടുന്നേ. അപ്പോഴാ ഉമ്മ പറഞ്ഞത്, വല്ലതും തിന്നിട്ട് ഒരാഴ്ചയായി മോളെ, ഇത്തിരി വെള്ളം കലർത്തി കൊടുത്താ തിന്നാൻ വല്ലതും കിട്ടുമല്ലോ. അപ്പോഴാണ് ആ മകള് പറയുന്നത്, ഞാൻ ചെയ്യില്ല എന്ന്. ഉമർ തങ്ങൾ നേരെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാ. ഉമർ തങ്ങൾ വീട്ടിൽ ചെന്നിട്ട് 2 ആമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞുടാ, മക്കളെ, വാപ്പച്ചി ഒരു പെണ്ണിനെ കണ്ടടാ, വാപ്പായിക്ക് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പ്രായമായത് കൊണ്ട് ഞാൻ വിവാഹം കഴിക്കണില്ല. മൃതങ്ങൾ പറയാ, പണമില്ല, സമ്പത്തില്ല, വലിയ കൊട്ടാരമൊന്നുമില്ല, അറിയപ്പെടുന്ന കുടുംബമൊന്നുമല്ല, യതീമായ മകളാ, പക്ഷെ ഹൃദയത്തിനകത്ത് അള്ളയുണ്ടടാ മക്കളെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആ പെണ്ണിന്റെ ഹൃദയത്തിന്റെ അകത്ത് പടച്ച റബ്ബുണ്ടടാ പൊന്നുമക്കള്. നിങ്ങളിൽ ആരാ വിവാഹം കഴിക്കുന്നത്? നിങ്ങളിൽ ആരാ വിവാഹം കഴിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകൻ പറഞ്ഞു, വാപ്പാ, ഞാൻ കഴിക്കാൻ തയ്യാറാണ്, എനിക്ക് വേണം വാപ്പാ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മകൻ പറയുകയാണ്, ആയിരക്കണക്കിന് പെൺകുട്ടികൾ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുമടോ, ഉമറിന്റെ മകന് വേണ്ടി പെണ്ണ് വേണമെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പേര് വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കും. ആ ഉമർ തങ്ങളുടെ മകൻ പറയുകയാണ്, സമ്പത്തല്ല, കുടുംബ മഹിമയല്ല, കൊട്ടാരമല്ല, സൗന്ദര്യമല്ല, എനിക്ക് വേണ്ടത് ദീനുള്ള ഒരു പെണ്ണാണ്, ദീനുള്ള ഒരു പെണ്ണിനെ വേണം എനിക്ക് വേണ്ടത്. അവിടെ നിന്ന് വിവാഹം കഴിക്കുകയാ, അവിടെന്ന് വിവാഹം കഴിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു മഹാൻ ലോകത്ത് ജീവിച്ചിരുന്നടോ. ആരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു? പടച്ചവനെ, കണ്ണ് നിറഞ്ഞു പോകും. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രം വായിച്ചാ ഏത് മനുഷ്യനും കരഞ്ഞു പോകുമടോ. വല്ലാത്ത ഒരു ചരിത്രമാണ്. ആരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നറിയോ? പടച്ചറപ്പേ, സാധാരണ ഒരു മനുഷ്യരല്ല. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന ഖബറിനോട് സംസാരിച്ച മനുഷ്യരാ, ഖബറിനോട് സംസാരിച്ച മനുഷ്യനാ. അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ, ഒരിക്കൽ ഒരു ജനാസ ഖബറടക്കാൻ പോയതാണ്. പള്ളിപ്പറമ്പിൽ ഒരു ജനാസ ഖബറടക്കാൻ പോയി. ഖബറടക്കി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പോകുന്നില്ല. കൂടെ വന്നവര് പറഞ്ഞു, തങ്ങളെ വരുന്നില്ല, എല്ലാവരും പൊക്കോ, ഞാനൊരൽപ്പനേരം ഇവിടെ നിൽക്കട്ടെ. അങ്ങനെ കൂടെ വന്ന എല്ലാ
എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ആ പള്ളിപ്പറമ്പിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഖബറിന്റെ ചാരത്ത് പോയിരിക്കുകയാ. പഴക്കമുള്ള ഒരു ഖബറിന്റെ ചാരത്ത് പോയിരുന്നു. പടച്ചവനെ കരയുകയാണ്. ഒന്നും മിണ്ടാതെ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഖബർ ചോദിക്കുന്നു, അല്ല എന്നോടൊന്നും നിനക്ക് ചോദിക്കാനില്ലേ? ഒരുപാട് സമയമായല്ലോ, നീ മിണ്ടാതെ ഇവിടെ ഇരുന്ന് കരയുന്നല്ലോ, എന്നോട് നിനക്കൊന്നും ചോദിക്കാനില്ലേ? എന്റെ ഉള്ളിൽ കിടക്കുന്നവന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുമ്പോ ഖബർ പറയുകയാ, മസക്കത്തുൽ കുഫാ വശദഖത്തൽ മുഖലതൈൻ. ഖബറവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മനുഷ്യനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് അവിടെന്ന് ഖബർ വിശദീകരിച്ചു കൊടുക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിലവിളിച്ചുകൊണ്ട് പിടഞ്ഞു വീഴുകയാ. പറയല്ലേ പറയല്ലേ. അവസാന ഖബറിന്റെ മുകളിൽ ഇങ്ങനെ തളർന്നു കിടക്കുമ്പോ ഖബർ പറഞ്ഞു കൊടുക്കുകയാ, അല്ലദുല്ലുക അലാ അഖ്ഫാനി ലാ തുബ്ലാ. പടച്ചവനെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്നറിയുമോ? ചെറുപ്പക്കാരാ, മരണമെടുത്തെന്ന് മനസ്സിലായപ്പോ, തന്നെ മരണമെടുത്തെന്ന് മനസ്സിലായപ്പോ കുളിച്ച് റെഡിയായി കടന്നു വരികയാണ്. അവിടെ നിന്ന് കുളിച്ചൊരുങ്ങിയിടോ കഫം തുണിയും എടുത്തുകൊണ്ട് റൂമിനകത്തേക്ക് കടന്നു വന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിക്കാൻ തയ്യാറായി വന്ന് കിടക്കുകയാണ്. അവിടെ നിന്ന് വിളിക്കുന്നു, ഫാത്തിമ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ടവളെ വിളിക്കുകയാ, ഭാര്യയെ വിളിക്കുകയാണ്. ഫാത്തിമാൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, ഞാൻ മരിക്കാൻ പോകുകയാണ് ഫാത്തിമ. പടച്ചവനെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വസിയ്യത്തുകൾ ചെയ്തു, പരസ്പരം പൊരുത്തം ചോദിച്ചു. അവിടെ നിന്ന് യാത്ര പറയുകയാണ്. ഫാത്തിമ നിന്ന് കരയുകയാണ്. അവസാനമായി ഭാര്യയും ഭർത്താവും അവിടെ നിന്ന് പിരിയാ സമയമായി. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഫാത്തിമ നിന്ന് കരയുകയാണ്. കാരണം ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, എങ്കിൽ ഫാത്തിമ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്ക്, ഈ റൂമിനകത്ത് നിന്ന് പുറത്തിറങ്ങ്, ഈ റൂമിനകത്ത് നിന്ന് പുറത്തിറങ്ങ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുമ്പോ ഫാത്തിമ ചോദിക്കുന്നു, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? നിങ്ങൾ മരിക്കാൻ പോവുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിലാണ്, എന്തിനാ എന്നെ പുറത്തിറക്കുന്നത്? ഫാത്തിമയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാ. ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, എന്റെ കൂട്ടുകാര് വരുന്നു ഫാത്തിമ. വെളിയിലിറങ്ങു ഫാത്തിമ, റൂമിന്റെ പുറത്തിറങ്ങു ഫാത്തിമ. സ്നേഹത്തോടെ തന്റെ പ്രിയപ്പെട്ടവളോട് പറയുകയാണ്. മനസ്സില്ല മനസ്സോടെ ഫാത്തിമ റൂമിന്റെ പുറത്തിറങ്ങി വാതിലടച്ചു. സമാധാനമില്ല, കരയുകയാണ്. കാരണം ഭർത്താവ് റൂമിനകത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഫാത്തിമയ്ക്ക് സമാധാനമില്ല. പടച്ചവനെ, ആരാ തന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത്? ആരാണ് പടച്ചവനെ? ആരാണ് ഭർത്താവിന്റെ കൂട്ടുകാര്? ആരാണ് ഭർത്താവിന്റെ കൂട്ടുകാര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ റൂമിന്റെ വാതിലിന്റെ പടിതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, അസ്സലാമു അലൈക
ബികയാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാണ്. അസ്റായിലിനോട് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ റൂഹ് പിടിക്കാൻ അസ്റായിൽ വന്നിരിക്കുകയാണ്. അസ്റായിൽ വന്നിരിക്കുകയാണ്. പെങ്ങളെ, ഫാത്തിമ നിന്ന് കരയുകയാ. ഫാത്തിമ നിന്ന് കരയുകയാ. പടച്ചവനെ, തന്റെ ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നത്, എന്താണ് പറയുന്നതെന്നറിയാ. രണ്ടാമതും വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുകയാ. എപ്പോഴാടാ ചെറുപ്പക്കാരാ റൂഹ് പിടിക്കാൻ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാണ്. ഏതായത്തെന്നറിയോ? ഏതായത്തെന്നറിയുമോ? تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന തന്റെ പ്രിയപ്പെട്ടവളോട് പറയുകയാണ്, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഫാത്തിമ, ഫാത്തിമ, വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാ അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കുന്നതെന്ന് ഖുർആനിന്റെ ആയത്തോതിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മുഖത്തേക്ക് തുണിയെടുത്തിട്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടങ്ങ് പോവുകയാണ്. അനക്കമില്ലടോ, ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ല. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ വാതില് തുറന്ന് ഓടിച്ചെല്ലുമ്പോ റബ്ബേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുകയാ. ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. നാട് മുഴുവനും അറിഞ്ഞിടൂ. കണ്ടവർ പറയുന്നു, നല്ല മരണമാ, നല്ല മരണമാ, നല്ല മരണമാ. അവസാനം അവിടത്തെ ജനാസ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു നിസ്കരിച്ചു. അവസാന കബറടക്കി കഴിഞ്ഞപ്പോ ജനങ്ങള് തിരിച്ചു പോകുന്നില്ല. കബറടക്കാമെന്നവര് പോകുന്നില്ല. അവരിങ്ങനെ പള്ളിയുടെ പരിസരത്ത് നിൽക്കുകയാണ്, കബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. എല്ലാവരും അവിടെ നിന്നുകൊണ്ട് പറയുന്നു, വല്ലാത്ത മരണമാ, വല്ലാത്ത മരണമാ. പടച്ചവനെ, ഖുർആൻ ഓതിയല്ലോ, അസ്റായിലിനോട് സലാം പറഞ്ഞിട്ടാ മരിച്ചത്. ജനങ്ങൾ മുഴുവനും പറയുകയാണ്. വലിയ ചർച്ചയായി. അവസാനം എല്ലാവരും കൂടെ തീരുമാനമെടുത്തു, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് പോകാൻ. അവസാനം ജനാസ കൊണ്ടുപോയ വീട്ടിലേക്ക് നാട്ടുകാർ മുഴുവനും കടന്നു വരികയാണ്. എല്ലാവരും വന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ സങ്കടത്തിലാണെന്നറിയാ, വല്ലാത്ത വേദനയിലാണെന്നറിയാ, ഭർത്താവ് മരിച്ചതിന്റെ ദുഃഖത്തിലാണെന്നറിയാ, ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാ. ഈ നാട്ടുകാര് മുഴുവനും വന്നത് സങ്കടപ്പെടുത്താനല്ല, നിന്നെ വേദനിപ്പിക്കാനല്ല. ഈ നാട്ടുകാര് മുഴുവനും നിന്റെ ഭർത്താവിന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെച്ചിട്ട് എന്തിനാണ് വന്നതെന്നറിയോ? ഒരേ ഒരു കാര്യം ചോദിക്കാനാ ഫാത്തിമ. ഞങ്ങൾക്കറിയേണ്ടത് എന്തെന്നറിയോ? നിന്റെ ഭർത്താവ് മരിച്ചപ്പോ അസ്റായിലിനോട് സലാം പറഞ്ഞോ, ഖുർആനിലെ ആയത്തോതി. പടച്ചവനെ, വല്ലാത്ത പ്രകാശമായിരുന്നു. നിന്റെ ഭർത്താവിന്റെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. എങ്ങനെയാ ഫാത്തിമ, എങ്ങനെയാ ഫാത്തിമ നിന്റെ ഭർത്താവിന് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാനുള്ള കാരണമെന്താ? ഫാത്തിമയുടെ മറുപടി എന്തെന്നറിയോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്
ഇബ്ലീസ് അഖ്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച് ജീവിച്ച വേറെ ഒരാള് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ്, അല്ലാഹനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള വേറെ ഒരാളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തിനാ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ പെങ്ങള്? അറിയുമോടാ ചെറുപ്പക്കാരാ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ? ആരുടെ കുടുംബത്തിൽ ജനിച്ചതാണെന്നറിയോ? ഉമർ തങ്ങൾ രാത്രിയിൽ നടന്നു പോയപ്പോ ഉമ്മ മകളോട് പറയുന്നു പാലിൽ വെള്ളമൊഴിക്കാൻ. ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ കുടുംബത്തിൽ ജനിച്ചതാ? ആ പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ അല്ല കാണുന്നുണ്ടെന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ കുടുംബത്തിലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതുകൊണ്ടാ പറയുന്നത് കല്യാണം കഴിക്കുമ്പോ പരിഗണിക്കേണ്ടത് ദീനുള്ള പെണ്ണിനെയാ. ദീനുള്ളവരെ വേണം വിവാഹം കഴിക്കാൻ. ദീൻ ഉണ്ടാകണം. ദീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ദീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.